അന്തിക്കാട് എന്നുള്ള വളരെ ശാന്തസുന്ദരമായ സ്ഥലത്ത് നിന്ന് ഇത്ര നഗരമധ്യ ഇങ്ങനെ ട്രാഫിക്കിൻ്റെ ഇടയിലേക്ക് താമസിക്കാൻ വരാനുള്ളൊരു കാരണം എന്തായിരുന്നു സാർ? അന്തിക്കാട് ശരിയാണ് ഒരു ഏറ്റവും നല്ല ഏറ്റവും ഭംഗിയുള്ളത് ഏറ്റവും ഒരു ശാന്തമായ സ്ഥലമാണ് സത്യനന്തിക്കാട്. സത്യനന്തിക്കാടിൻ്റെ സിനിമയിലൂടെ അന്തിക്കാടിനെ കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഏറ്റവും ഒരു ശാന്തസുന്ദരമായൊരു കുറേ കൃഷിയും നിലവും തെങ്ങും കോൾപ്പാടവും ചെത്തു തൊഴിലാളിയും കള്ളുഷാപ്പും ഒക്കെ ഞങ്ങളുടെ നാട് എത്രയോ ഒരു മനോഹരമായത്. തൃശ്ശൂർ ഞാനൊരു കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ തൃശ്ശൂർ കുറച്ച് താമസമായി. പിന്നെ എൻ്റെ ഒരു പൊതു പ്രവർത്തന രംഗമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂർ താമസാക്കിയതേ ഉള്ളൂ. പിന്നെ ഇവിടെ വളരെ പ്രശസ്തമായ ക്ഷേത്രമൊക്കെ ഉള്ള തിരുവമ്പാടി അമ്പലവും ഞാനൊക്കെ അതിനോടൊക്കെ വലിയ താല്പര്യമുള്ള ആൾക്കാരാണ്. തൃശ്ശൂർ പൂരം അമ്പലം എന്നൊക്കെ പറഞ്ഞാൽ തിരുവമ്പാടി അമ്പലം, ഇപ്പുറത്ത് കുട്ടകുളങ്ങര ക്ഷേത്രം. സാധാരണ തൃശ്ശൂർ പൂരത്തിന് കുടമാറ്റത്തിന് പാറമേക്കാവ് തിരുവമ്പാടി. എനിക്ക് രണ്ട് ഇതുണ്ട്. ഞാൻ ദേശക്കാരെന്നുള്ളതൊക്കെ തിരുവമ്പാടിയുടെയാണ്. പക്ഷേ ഞങ്ങളൊക്കെ ഒരു പാർട്ടിയുടെ ആൾക്കാരല്ല. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി ഓഫീസിരിക്കുന്ന സ്ഥലം പാറമേക്കാവ്. ഞങ്ങൾ പാറമേക്കാവിനും എല്ലാ വർഷവും ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ ഒരു ഓഹരി ഉണ്ട്, ഞങ്ങളത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളവിടുത്തെ ദേശക്കാരാണ്. അപ്പോൾ ഞാൻ ശരിക്കും പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെ ആൾ തന്നെയാണ്. അന്തിക്കാടിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ് സാർ? ഇപ്പോൾ ഈ കോൾപ്പാടം അല്ലാതെ അന്തിക്കാട് എന്ന് പറയുമ്പോൾ ആദ്യം ആൾക്കാരുടെ ഓർമ്മയിൽ ഇപ്പോൾ വരുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന് ഞങ്ങളുടെ നാട്ടിലെ സമരം. അന്തിക്കാട് എന്ന് വെച്ചാൽ അത് ചിത്തൊഴിലാളികളുടെ സമരം, വലിയ പ്രക്ഷോഭണങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാരുടെ കമ്മ്യൂണിസ്റ്റുകാർ വലിയ സമരം നടത്തിയ ശരിക്കും ഒരു ഐതിഹാസികമായ സമരം നടന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അവിശ്വസനീയമായി തോന്നും. അത്രയും വലിയ മർദ്ദനം, ഭീകരമായ പോലീസ് മർദ്ദനം, പോലീസിൻ്റെ വലിയ ക്യാമ്പുകൾ, ഭീകരമായ ഒരു അന്തരീക്ഷം, ഇടിവണ്ടികൾ എന്നൊക്കെ പറയണ പോലീസിൻ്റെ പഴയ വാഹനപ്പിള്ള ഭംഗിയുള്ള വണ്ടിയൊന്നുമല്ലല്ലോ. പണ്ട് പോലീസിൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ വണ്ടി കണ്ടാൽ തന്നെ ആൾക്കാർ പേടിക്കും. അതുപോലെ ശബ്ദവും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ അതൊരു സമരത്തിൻ്റെ ഒരു വലിയ ഒരു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി ജനങ്ങളുടെ ജീവിതം, തൊഴിലാളികളുടെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള സമരമാണ് കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ. തൊഴിലാളികളുടെ സമരമുണ്ട്, കയർ തൊഴിലാളികൾ, ചകിരി തൊഴിലാളി നടത്തിയ സമരമുണ്ട്, അവിടുത്തെ കർഷക തൊഴിലാളികൾ കൂലിക്ക് വേണ്ടി നടത്തിയ സമരമാണ്. അങ്ങനെ ഒരു സമരത്തിൻ്റെ ഒരു അന്തരീക്ഷം. അതോടൊപ്പം തന്നെ ഇപ്പോൾ അന്തിക്കാട് എന്ന് പറയുമ്പോൾ സത്യനന്തിക്കാട് ഇപ്പോൾ എല്ലാവരും മനസ്സിൽ ഓർമ്മ വരും. സത്യനന്തിക്കാട് എന്ന് ഓർമ്മ വരുമ്പോൾ തന്നെ ആ പ്രശാന്തമായ നാടിൻ്റെ നെൽപ്പാടം, കൃഷി, സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും നല്ല ഒരു സ്ഥലം. നല്ല ഒരു ഞാനെല്ലാം കൊണ്ട് അതുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നാടേതെന്ന് ചോദിച്ചാൽ എൻ്റെ ഗ്രാമം തന്നെയാണ്, അന്തിക്കാടാണ്. അന്ന് പഠിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് നേതാക്കന്മാരൊക്കെ കണ്ടാവില്ലേ അച്ഛൻ്റെ കൂടെ? ചെറുപ്പത്തിൽ തൊട്ട് പ്രസംഗം കേൾക്കുകയല്ലേ. പോലീസ് ജാഥ, പ്രകടനം, സമ്മേളനം, ദിവസം കൊച്ചു പ്രകടനങ്ങൾ, സമ്മേളനങ്ങൾ, ഒരുവിധം എല്ലാ നേതാക്കന്മാരും അവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ വൈകുന്നേരം മനസ്സിലായിട്ടൊന്നുമല്ല, എന്നാലും കുട്ടിക്കാലത്ത് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നു. മുണ്ടശ്ശേരി മാഷ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ 57 അല്ലെങ്കിൽ വിമോചന സമരം 59 നടക്കുമ്പോൾ ഞങ്ങളുടെ MLA കൂടിയാണ്. അന്ന് മുണ്ടശ്ശേരി മാഷ്ക്ക് എതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചത് ഞാൻ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ചെറിയ കുട്ടിയായിരിക്കും ഞാൻ. പക്ഷേ എൻ്റെ മനസ്സിലുമുണ്ട് ആ വിമോചന സമരത്തിൻ്റെ ജാഥ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ നിന്ന് ബഹളം വയ്ക്കുന്നതും അട്ടഹസിക്കുന്നതും മുണ്ടശ്ശേരി മാഷെ തെറി വിളിക്കുന്നതും എൻ്റെ അച്ഛനുൾപ്പെടെ അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ, അതൊക്കെ എൻ്റെ മനസ്സിലെങ്ങനെയോ ചിലപ്പോൾ ഇത് തോന്നലിന്നുമാവും അല്ലെങ്കിൽ നമ്മൾ കേട്ടതിന്നാവാം. പക്ഷെ എൻ്റെ മനസ്സിലുണ്ട് ഒരു വിമോചന സമരം എന്ന് പറഞ്ഞ് നടത്തിയ ആ ഒരു പ്രത്യേകിച്ച് മുണ്ടശ്ശേരി മാഷെ ചീത്ത വിളിച്ചിട്ടുള്ള അച്യുതമേനോനെയും EMSനെയൊക്കെ ചീത്ത വിളിച്ചിട്ടുള്ള TV തോമസിനെയൊക്കെ അത് സ്വാധീനിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ പ്രസംഗം കേട്ട് പിന്നെ കുട്ടിക്കാലത്ത് ഈ ഓഫീസിൻ്റെ വരാന്ത ചെന്നിരിക്കും, ഇവരുടെ ഓരോന്ന് കാണാനും കേൾക്കാനും. പിന്നെ എൻ്റെ വീട്ടിലും മിക്കവാറും ദിവസം രാത്രി എന്താണ് അവരവിടെ ചർച്ച ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ തീസിസ്, എന്താ തിയറി എന്ന് അറിയില്ലെങ്കിലും വൈകുന്നേരങ്ങളിൽ നേരം വെളുക്കുന്ന വരെ അവരവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നു. പിന്നെ പോലീസ് വരുന്നു, അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലേക്ക് കൊണ്ടുപോകണു. എൻ്റെ അച്ഛനെ ഉൾപ്പെടെ പല പ്രാവശ്യം പോലീസ് വന്ന് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പോലീസ് അച്ഛനുണ്ടോ എന്ന് അന്വേഷിക്കാൻ വരുന്നു. അപ്പോൾ ഞങ്ങൾ കുട്ടികൾ പേടിക്കുന്നു. ഒരവസ്ഥ, ഞങ്ങൾ 5 മക്കൾ, അപ്പോൾ ഞങ്ങൾ 5 ആൺകുട്ടികൾ, ഒരു അമ്മയും ഒരു 5 ആൺകുട്ടികൾ. അപ്പോൾ ഞങ്ങളുടെ മനസ്സിലാ ഭീതിയും. പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ ജയിലിലൊക്കെ എടുക്കുന്ന കാലത്ത് അച്ഛനെ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ കോടതിയിൽ ചെന്ന് നിൽക്കുന്നു. അപ്പോൾ അവരിലുള്ള എല്ലാവരും അവരോടൊക്കെ കാണിക്കുന്നൊരു ബഹുമാനം, ഒരുപാട് മെമ്മറീസ് അല്ലേ. അപ്പോൾ അത് നമ്മുടെ ചെറിയ മനസ്സുകൾ അന്നത്തെ കുട്ടിക്കാലത്ത് നല്ലവണ്ണം സ്വാധീനിച്ചു. അച്ഛനെക്കുറിച്ച് ശ്രീ KP പ്രഭാകരനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? അച്ഛൻ പാർട്ടിയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ചുണ്ടെങ്കിലും ഇപ്പോഴും വളരെ സജീവമാണ്. ഇന്ന് കേരളത്തിലുള്ള ചെത്തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വക്താവാണ് അദ്ദേഹം.
അതോടൊപ്പം തന്നെ ITUC-യുടെ പ്രമുഖനായ വളരെ വലിയ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിരുന്നു. പാർട്ടിയിലും വലിയ ചുമതലകൾ. ഇപ്പോൾ കൺട്രോൾ കമ്മീഷൻ്റെ പാർട്ടിയുടെ കൺട്രോൾ കമ്മീഷൻ്റെ ചെയർമാനാണ്. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ആ ചുമതല വഹിക്കുന്നുണ്ട്. പിന്നെ MLA ആയിരുന്നു. ഐക്യ കേരളത്തിലെ നമ്മുടെ ഫസ്റ്റ് ലെജിസ്ലേച്ചർ വരുന്നതിന് മുമ്പ് തന്നെ തിരുവച്ച അസംബ്ലിയിൽ മെമ്പറായി. 77-ൽ ആണ് വീണ്ടും മന്ത്രി അല്ല MLA ആയത്. ചേർപ്പ് മണ്ഡലത്തിൽ. അത് ചെറിയൊരു ടൈം, വലിയ ചെറിയ ടൈം. എനിക്ക് തോന്നുന്നു 1 ഇയർ തികച്ചില്ല. ആരോഗ്യമന്ത്രിയായിരുന്നു. അത് ഗവൺമെന്റ് കോളേജിൽ BA-ക്ക് ചേർന്നു. ഗവൺമെന്റ് കോളേജിലത്തെ ലൈഫ് മനസ്സിലായി. അത് ഗവൺമെന്റ് കോളേജിലത്തെ ഓരോ കുട്ടി, ഓരോ ഇൻസിഡൻറ്റ്, ഓരോ ദിവസം, ഓരോ മണിക്കൂർ, അധ്യാപകർ, സഹപാഠികൾ എല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ കഴിഞ്ഞ ദിവസം ആദ്യത്തെ 5 കൊല്ലത്തെ ആൾക്കാർ, ഫസ്റ്റ് 5 വർഷം, ഞാൻ സെക്കൻഡ് ബാച്ചാണ്. അപ്പോൾ ആദ്യത്തെ 5 വർഷക്കാർ പഴയ ഗവൺമെൻറ് കോളേജ്, നമ്മുടെ പാലസ് റോഡിലെ മോഡൽ സ്കൂളിൻ്റെ സൈഡിലുള്ള അത് അവർ മാത്രം ഞങ്ങളൊന്ന് ഒത്തുകൂടി. എന്തൊരു നല്ല അനുഭവമായിരുന്നു, എന്തൊരു സ്നേഹവും സൗഹൃദവും. അതൊരു കുറവ്. ലോ കോളേജിൽ വന്നപ്പോൾ നല്ല സീരിയസ് രാഷ്ട്രീയ പ്രവർത്തനവും കാര്യമായി. എന്നാലും ലോ കോളേജിൽ പഠിക്കുമ്പോഴും ഞങ്ങൾ കോളേജ് കാര്യങ്ങളിൽ, അത് ഞാൻ കർലോമയിൽ പഠിക്കുമ്പോഴും 1 വർഷം പഠിച്ചുള്ളെങ്കിലും കോളേജിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിലും സ്പോർട്സ്, പാട്ട്, നാടകം കളിക്കുക, നാടകത്തിൽ അഭിനയിക്കുക, പെൺവേഷം കിട്ടേണ്ടി വന്ന പെൺവേഷം കിട്ടുക, അങ്ങനെ ഒരു കോളേജ് ലൈഫ് ശരിക്കും. ഒരു പെൺവേഷം കിട്ടി ഞാൻ ഗവൺമെൻറ് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു വലിയ നാടകത്തിൽ പെൺവേഷം കിട്ടിയൊരു വഞ്ചിച്ച കാമുകി, ഭർത്താവിനെ വഞ്ചിച്ച കാമുകിയായിട്ട് അഭിനയിച്ചിരുന്നു.